ഞാനൊന്ന് പറയട്ടെ. ഇളയ നില പൊഴിയിറതേ ഇതയും. ഹലോ ജി, വലിയ സന്തോഷത്തിലാണല്ലോ. കുറച്ച് സന്തോഷത്തിലാണ്. നമ്മൾ വിജയിച്ചല്ലോ. അപ്പോൾ ഇനി എന്ത് വേണം തിരുവനന്തപുരത്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് ഞാൻ. പ്രവർത്തനം മികച്ചതാക്കണം. എന്നെ മേയറാക്കിയാൽ. എന്റെ പൊന്നു ജി, മേയർ ആവാൻ വേണ്ടി 100 കണക്കിന് ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ മേയറും കൂടെ? അല്ല, തൃശ്ശൂരിലുള്ള ഒരു MP സ്ഥാനമില്ലേ, അതൊക്കെ എവിടെ പോയി? പണിയെടുക്ക്. കൂടുതൽ സംസാരം വേണ്ട, കൂടുതൽ സംസാരം വേണ്ട. അങ്ങനെ പറഞ്ഞല്ല. ജി വലിയ ആളാണെന്നുള്ളത് എനിക്കറിയാം. അല്ല ജി, ഞാൻ പറയുന്നത് ഈ പറയുന്നോണ്ടൊന്നും തോന്നരുത്, ഈ കലുങ്ക് സംവാദമേ വർക്കൗട്ട് ആയി. അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ജി കലുങ്ക് സംവാദം നടത്തിയ സ്ഥലങ്ങളിലൊന്നും നമുക്ക് വോട്ട് മര്യാദയ്ക്ക് കലുങ്കുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഇനി നമ്മൾ കുറച്ചൊന്ന് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കേ, അപ്പോ അടുത്ത മാസം മോദിജി എത്തില്ലേ? പിന്നെ മോദി എത്തും. ക്ഷമിക്കണം, മോദിജി അടുത്ത മാസം. അപ്പോൾ അടുത്ത മാസം മോദിജി എത്തും. അങ്ങനെ തലസ്ഥാനം നമ്മളങ്ങ് എടുത്തല്ലേ, പിന്നെ തിലകമണിയിച്ചില്ലേ? നീ വാല് കിട്ടാനാ പാട്. കണ്ണൂരല്ലേ? ഇനി നമുക്ക് ഒളിമ്പിക്സിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ശരിക്കും വേണ്ടത്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതിനായി ഓടിത്തുടങ്ങണോ? എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു വർഗീയത പോരാ, നമുക്കിപ്പോൾ തൽക്കാലം വർഗീയത ഒന്ന് അടക്കാം, കുറയ്ക്കാം. അതിന് പകരം നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് താമര വിരിക്കാനുള്ള പരിപാടികൾ ചെയ്യും. തിലകമണിക്കാനുള്ള പരിപാടി ചെയ്യാം. ഈ ജോസ് കെ മാണിയെ കുറിച്ച് വരാനുള്ള എന്തെങ്കിലും? എൻ്റെ അറിവില് അയാൾ ഇനി വരാൻ സാധ്യതയുള്ള മുന്നണി ആകെ നമ്മുടെ മുന്നണി മാത്രമേ ഉള്ളൂ. പാലാ വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അതങ്ങ് വരും കേട്ടോ. ഒന്ന് പോകാം, കാശിറക്കാം. അങ്ങനെ ഉണ്ടോ? പിന്നെ അങ്ങനെ ആരാ പറഞ്ഞേ? പിന്നെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലൊക്കെ വോട്ട് കുറഞ്ഞു. എന്നാലും നമുക്ക് തിരുവനന്തപുരം കിട്ടിയില്ലേ, അത് വലിയ കാര്യമല്ലേ? വലിയ കാര്യമാണ്. നമുക്ക് എറണാകുളത്ത് കിട്ടി. പിന്നെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇനിയും ശ്രദ്ധിക്കണം. പോയതൊന്നും നമ്മൾ നോക്കണ്ട ജി, നമ്മൾ ശക്തമായി തന്നെ ഭരണം നേടണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മൾ ഇനിയും ശ്രദ്ധിക്കണം. പന്തളം പോയത് ചെറിയ കുറവല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ അതിനു വേണ്ടി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താ പറയൂ. ഞാൻ അതേപോലെ ഒരു പാരഡി ഗാനം സെറ്റ് ചെയ്തു. പാരഡി ഗാനം? യെസ്. ആ പാരഡി ഗാനം വെച്ചുകൊണ്ട് നമ്മൾ ഇതങ്ങോട്ട് ഇറക്കുന്നു. ഏത് നമ്മുടെ പ്രചാരണം പഠിത്തരാം. അടിപൊളി സാധനമാ. പിന്നെ പാട് കേക്കട്ടെ. തൂക്കണം. എടുക്കും ജി, എടുക്കും. നമുക്ക് തൃശ്ശൂർ എടുക്കണം. പാടിത്തരാം. നല്ല സെറ്റ് സാധനമാ. വെയിറ്റ്. കിട്ടി. പാടട്ടെ. കേട്ടിട്ട് ഈ പാട്ടിന്റെ ട്യൂൺ പരിചയമുണ്ടെങ്കിൽ പറയണം. ഓക്കെ. പിണറായിക്ക് തിരിച്ചടി ഇടതിന്നോ കടുത്തൊരു മറുപടി. തദ്ദേശ തെരഞ്ഞെടുപ്പേ മാങ്കൂട്ടത്തിൻ നാറിയ മുങ്ങലിൽ കോൺഗ്രസിൻ പുതിയൊരു വരവ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് SIR സമയത്ത് വിമതർ കൂടിയ നേരത്ത് തലസ്ഥാനത്ത് താമര വിരിഞ്ഞതിൽ ഒളിമ്പിക്സിൻ വിത്തുകൾ പാകാൻ നാട്ടിലെ വോട്ടും 3ാം ഭരണം കോൺഫ്യൂഷനിലായി. നാട്ടിൽ താമര തേരോട്ടം. പിന്നല്ല, നമ്മൾ ഇതിൽ പിടിച്ചു പോവാൻ. നമ്മൾ ഈ സ്റ്റെപ്പിൽ പിടിക്കാം, തൂക്കാം. നമുക്ക് മോദി വരുന്നു, എല്ലാം ശരിയാകുന്നു. സബ്കാ സാത്ത്. കേരളത്തെ തിലകമണിയിക്കും നമ്മൾ. സബ്കാ വികാസ്. ഇനി ഞാനൊന്ന് പറയട്ടെ.